بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، ما معنى قول النبي صلى الله عليه وسلم لا رقية إلا من عين أو حمى؟ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാ റുഖിയത അതം വഅൻഫ ഇല്ലാ ബിഹാദൈനിൽ മറദൈൻ. ഈ രണ്ട് രോഗങ്ങൾക്കല്ലാതെ റുഖിയയില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രോഗങ്ങൾക്കാണ് റുഖിയ ഏറ്റവും നന്നായി ഫലപ്പെടുക. طيب. قال رحمه الله: ولكن حدثنا ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال: عرضت علي الأمم فرأيت النبي ومعه الرهط والنبي ومعه الرجل والرجلان والنبي وليس معه أحد إذ رفع لي سواد عظيم فظننت أنهم أمتي فقيل لي هذا موسى وقومه فنظرت فإذا سواد عظيم فقيل لي هذه أمتك ومعهم 70,000 يدخلون الجنة بغير حساب ولا عذاب. സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം പറയുകയാണ്: ഹദ്ദസനാ ഇബ്നു അബ്ബാസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉരിദത് അലയ്യൽ ഉമം, ഉമ്മത്തുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. ഉമ്മത്തുകൾ, അതായത് മുൻകഴിഞ്ഞ സമുദായങ്ങൾ എനിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. وهذا في ليلة المعراج. മിഅ്റാജിന്റെ രാത്രിയിലാണ് സംഭവം. عرضت علي الأمم فرأيت النبي ومعه الرهط. അങ്ങനെ അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് കൂടെ അദ്ദേഹത്തിന്റെ ഖൗം, അദ്ദേഹത്തിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത് അർ-റഹ്തു ഐ ജമാഅത്തു മിനൻ നാസ്, ജനങ്ങളിൽ നിന്നൊരു സംഘം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വന്നബിയ്യു വമഅഹു അർ-റജുൽ വർ-റജുലാൻ, മറ്റൊരു നബി, അദ്ദേഹത്തിന് കൂടെ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ. വന്നബിയ്യു വമഅഹു അർ-റജുൽ വർ-റജുലാൻ, അതായത് അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇസ്തിജാബത്ത് നൽകിയ, ഉത്തരം നൽകിയിട്ടുള്ളവർ ഒന്നോ രണ്ടോ പേരാണ്. വമഅഹു റജുൽ വറജുലാൻ, അവിടെ വാവെന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഔ എന്നാണ്. ഔ, ഒന്നോ രണ്ടോ പേര്. വന്നബിയ്യു വലൈസ മഅഹു അഹദ്, മറ്റൊരു നബിയെ എനിക്ക് കാണിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കൂടെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി ആരും തന്നെ ഇല്ല. وهذا دليل على أن الأنبياء لهم أتباع وليس مجرد الرسل. അമ്പിയാക്കൾക്കും അവരെ പിൻപറ്റിയവരുണ്ട് എന്നതിന് തെളിവാണത്. ചില നബിമാരുടെ കൂടെ ജനങ്ങളിൽ നിന്നുള്ള ഒരു ജമാഅത്ത്, ചിലരുടെ കൂടെ ഒന്നോ രണ്ടോ പേര്, ചില നബിമാരുടെ കൂടെ ആരും തന്നെ ഇല്ല.
وفيه دليل على عدم الاعتداد بالكثرة والاغترار بالكثرة. അതായത് സംഘബലം അല്ലെങ്കിൽ ആൾബലം എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു വ്യക്തി ഹക്കിലാണെന്നതിന് അടിസ്ഥാനം അല്ല. അതുകൊണ്ട് എണ്ണക്കൂടുതലിൽ വഞ്ചിതരാകാൻ പാടില്ല. അതിനുള്ള തെളിവാണത്. അല്ലാഹു തആലയുടെ നബിമാരിൽ അമ്പിയാക്കളിൽ ചില നബിമാരുടെ കൂടെ ആരും തന്നെ ഇല്ല അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി. ചില നബിമാരുടെ കൂടെ ഒന്നോ രണ്ടോ പേരാണ് വിശ്വസിച്ചത്. എണ്ണക്കൂടുതൽ എന്നുള്ളത് ഹക്കിന്റെ ഒരു മാനദണ്ഡമല്ല. إذا كان النبي يأتي وليس معه من الناس إلا واحد والنبي معه الرجل والرجل أو الرجلان والنبي ليس معه أحد إذن العبرة بالحق وليس بالكثرة. العبرة بالحق لا بالكثرة. അപ്പോൾ ഹക്ക് അതാണ് നമ്മുടെ അടുക്കൽ നമ്മൾ നോക്കേണ്ട മാനദണ്ഡം. നേരെ മറിച്ച് എണ്ണക്കൂടുതലല്ല, ആൾബലം സംഘബലം അതല്ല മാനദണ്ഡം. നേരെ മറിച്ച് ഇബ്ര ഗുണപാഠമുള്ളത് എവിടെയാണോ ഹക്ക് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് അവരുടെ ഉമ്മത്തിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചിട്ടുള്ള അല്ലാഹുവിന്റെ നബിമാർ, ആ നബിമാരുടെ കൂടെ വളരെ കുറച്ചു പേര് മാത്രമാണ് അവരിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദഅവത്തിൽ സബ്ർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി അവന്റെ കൂടെ ആരും തന്നെ അവന്റെ ദഅവത്തിന് ഇസ്തിജാബത്ത് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ പോലും അവൻ അള്ളാഹുവിനോടുള്ള മഹത്തായ ഇബാദത്തിലാണ്. അതുകൊണ്ട് ഒരു ദാഇ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല അവനെ ഏൽപ്പിച്ചിട്ടുള്ള ആ വദീഫ, അത് അമ്പിയാക്കളുടെ വദീഫത്താണ്. അമ്പിയാക്കൾ ചെയ്തിട്ടുള്ള ജോലിയാണ് അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. അതിൽ സബ്ർ ചെയ്ത് അല്ലാഹു തആലയുടെ അജ്ർ പ്രതീക്ഷിക്കുക എന്നുള്ളത്. നേരെ മറിച്ച് അതിൽ നിരാശപ്പെട്ടുകൊണ്ട് ആ ഒരു മഹത്തായിട്ടുള്ള ഇബാദത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന കാര്യത്തിൽ നിന്ന് അവൻ പിൻവാങ്ങിപ്പോകരുത്. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലായിക്കൊണ്ട് അവന് സബ്ർ ചെയ്യാൻ നിർബന്ധമാണ്. അതേപോലെ തന്നെ ആ കാര്യത്തിൽ ധൃതി കാണിക്കാനും പാടില്ല. ആ കാര്യത്തിൽ ഇസ്തിഅജാല് കാണിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. والنبي وليس معه أحد إذ رفع لي سواد عظيم. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൂരെ ആയിക്കൊണ്ട് സവാദുൻ അദീം കാണിക്കപ്പെട്ടു. ഉനാസുൻ കസീർ, ഒരുപാട് ആളുകളെ കാണിക്കപ്പെട്ടു. ഫദനൻതു അന്നഹും ഉമ്മത്തി, അതെന്റെ ഉമ്മത്താണെന്ന് ഞാൻ വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഫഖീല ലി ഹാദാ മൂസ വഖൗമുഹു, അപ്പൊ എന്നോട് പറയപ്പെട്ടു അത് മൂസയും മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ ഖൗമുമാണ്. فنظرت فإذا سواد عظيم فقيل لي هذه أمتك. അങ്ങനെ ജനങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം ഞാൻ കണ്ടു. എന്നോട് പറയപ്പെട്ടു ഹാദിഹി ഉമ്മത്തുക്, ഇത് നിന്റെ ഉമ്മത്താണ്. വമഅഹും 70,000, ആ ഉമ്മത്തിൽ അവരുടെ കൂടെ 70,000 പേരുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ആ 70,000 പേര് വിചാരണയോ ശിക്ഷയോ കൂടാതെ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അപ്പൊ ഈ 70,000 പേരെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ ഉമ്മത്ത് അല്ലെങ്കിൽ ഏത് നബിമാരുടെ ഉമ്മത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഉമ്മത്തുദ് ദഅവ വ ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുദ് ദഅവ വ ഉമ്മത്തുൽ ഇജാബ. ഏതൊരു നബിയുടെയും ഉമ്മത്ത് ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഉമ്മത്തുദ് ദഅവ, അതായത് അദ്ദേഹം നബിയാണെങ്കിൽ ഏത് നബിയാകട്ടെ അദ്ദേഹം ദഅവത്ത് ചെയ്തിട്ടുള്ള ആ സമുദായം മൊത്തം. ഇനി ആ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദഅവത്തിന് ഉത്തരം നൽകിയവരാണ് ഉമ്മത്തുൽ ഇജാബ, ഉമ്മത്തു അൽ ഇജാബ.
ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലാണ്. ബാക്കിയുള്ള നബിമാരെ പോലെ തന്നെ ഉമ്മത്തു അദ്ദഅവ വ ഉമ്മത്തുൽ ഇജാബ. അപ്പോൾ ഈ 70,000 പേര് വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുൽ ഇജാബയിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന് ഉത്തരം നൽകിയിട്ടുള്ളവരിൽപ്പെട്ടവരാണ്. അപ്പോൾ ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ അത് ആമാണ്. അതിൽ അദ്ദേഹത്തിന്റെ ദഅവത്തിന് ഉത്തരം നൽകിയവരുണ്ടാകും, ഉത്തരം നൽകാത്തവരുമുണ്ട്. ഈ 70,000 പേര് അദ്ദേഹത്തിന്റെ ദഅവത്തിന് ഉത്തരം നൽകിയവരിൽപ്പെട്ടവരാണ്. നമ്മൾ ഏതിൽപ്പെട്ടതാണ്? ഉമ്മത്തു ദഅവയാണോ ഉമ്മത്തുൽ ഇജാബയാണോ? ഉമ്മത്തു ദഅവ വ ഉമ്മത്തുൽ ഇജാബ രണ്ടുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നൽകിയിട്ട് ഉമ്മത്തപ്പെട്ടവരാണ്. ആ ദഅവത്തിന് ഉത്തരം നൽകിയവരാണ് ഉമ്മത്തു ദഅവ ഉമ്മത്തുൽ ഇജാബ. അതേപോലെ അൽ യഹൂദ് വൻ നസാറ ബഅദ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉള്ള യഹൂദി നസാറാക്കൾ അവരേത് ഉമ്മത്തിൽപ്പെട്ടതാണ്? ഉമ്മത്തു ദഅവ. ഈ കാലത്തുള്ള ജൂത നസറാക്കളാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷമുള്ളവരാണെങ്കിലും ഉമ്മത്തു അൽ ഇജാബ ഉമ്മത്തു ദഅവ. കാരണം അവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഉത്തരം നൽകിയിട്ടില്ല, ഉത്തരം നൽകാത്തവരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവരിലേക്ക് എത്തിയിട്ടുണ്ട്. فإذا هؤلاء 70,000 من أمتك من أمة النبي صلى الله عليه وسلم من أمة الإجابة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഉത്തരം നൽകിയിട്ടുള്ളവരിൽപ്പെട്ടവരാണ് ഈ 70,000 പേര്. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 പേര്. മറ്റൊരു മസാല വൽഹും 70,000 ഫഖദ്. റസൂലുള്ളാഹി മൊത്തം ഉമ്മത്തിൽ നിന്ന് ആ ദഅവത്തിന് ഉത്തരം നൽകിയ അവരിൽ നിന്ന് മൊത്തം 70,000 പേര് മാത്രമാണോ? അത് 70,000 പേര് എണ്ണം 70,000 പേര് മാത്രമാണോ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? അതല്ല, അവരൊരു വസ്ഫാണോ? അതായത് ഒരു പ്രത്യേക സിഫത്തിന് ഉടമപ്പെട്ട ആളുകളാണോ? ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ 7 പേർക്ക് അവന്റെ തണലിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അത് 7 പേര് മാത്രമാണ്, അതല്ല 7 സിഫത്തുകളുള്ളവരാണോ? 7 സിഫത്തുള്ളവരാണ്. 7 സിഫത്തുകളുള്ളവരാണ്. 7 പേര് മാത്രമല്ല, എണ്ണം 7 അല്ല. അപ്പൊ ആർക്കെല്ലാം ആ സിഫത്തുണ്ടോ അവരെല്ലാം ആ ഹദീസിന്റെ പരിധിയിൽ വരും. അതേപോലെ ഈ ഹദീസിൽ 70,000 പേര് ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അത് 70,000 എണ്ണമാണോ? അതല്ല ഈ അവരുടെ എന്തെങ്കിലും സിഫത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ 70,000 പേര്? അപ്പൊ അങ്ങനെ സിഫത്തുള്ള ആ സിഫത്തിൽപ്പെട്ട ആ ഒരു വിശേഷണമുള്ള എല്ലാവരും ഈ 70,000-ൽ വരുമോ? അതാണ് ചോദ്യം. جاء في صحيح المسند من حديث صحيح قال صلى الله عليه وسلم فزادني مع كل 1000 70,000 فزادني مع كل 1000 70,000. ഓരോ 1000-ന്റെ കൂടെയും ഓരോ 1000 പേരുടെ കൂടെയും 70,000 പേരെ എനിക്ക് ഈ ഉമ്മത്തിൽ നിന്ന് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു നൽകി. അതായത് 70,000 പേർ എന്നുള്ളത് എന്തല്ല, എണ്ണത്തിന്റെ കണക്കല്ല, നേരെ മറിച്ച് ഓരോ 1000 ആളുകളുടെ കൂടെ 70,000 പേര്, ഓരോ 1000 ആളുടെ കൂടെ
70,000 പേർ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് തൊട്ട് ഖിയാമത്ത് നാൾ വരെ ഉള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഉമ്മത്തിൽ നിന്നും ഉള്ള 70,000 പേർ അല്ല. നേരെ മറിച്ച് എന്താണ്, ഓരോ 1000ന്റെ കൂടെയും 70,000 പേര് ഇതേപോലെ ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു നൽകിയത് മാ കുല്ലി അൽഫിൻ 70,000 ഓരോ 1000 ആളുകളുടെ കൂടെയും 70,000 പേര്. ഇനി എന്താണ് ഈ 70,000 പേര്? അവർ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, അതേപോലെ അദാബില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും പറയുന്നത് അവരുടെ സിഫത്ത് എന്താണ്? അത് ഇൻഷാ അല്ലാഹ് അതിന്റെ താഴെയുള്ള ഭാഗത്ത് വരുന്നുണ്ട്. സുമ്മ നഹദ ഫദഖല മൻസിലഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാദ അന്നാസു ഫീ ഉലൈക. ഇപ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികളൊക്കെ സംസാരത്തിൽ മുഴുകി. അതായത് ഈ 70,000 പേരാരാണ് എന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. ഫഖാദ സ്വഹാബ ഫീ ഉലൈക. ആ കൂട്ടരെ കുറിച്ച് സ്വഹാബികൾ പരസ്പരം സംസാരത്തിൽ ഏർപ്പെട്ടു. فقال بعضهم فلعلهم الذين صحبوا رسول الله صلى الله عليه وسلم. ചില സ്വഹാബികൾ ചിലർ പറഞ്ഞു അവർ ഈ 70,000 പേര് റസൂലിന്റെ കൂടെ സഹബത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ്, റസൂലിന്റെ കൂടെ സഹബത്തിച്ചവരാണ് ആ 70,000 പേര്. فقال بعضهم فلعلهم الذين ولدوا في الإسلام فلم يشركوا بالله شيئا وذكروا أشياء. ചില സഹാബികൾ പറഞ്ഞു അവര് ഇസ്ലാമിൽ ജനിച്ച അള്ളാഹുവിനോട് ഒരു ശിർക്കും ചെയ്യാത്ത ആളുകളാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പല സഹാബികളായി കൊണ്ട് പറഞ്ഞു. വഹാദ ലൈസ മിൻ ഇദ്ദിആഇ ഇൽമിൽ ഗൈബ്. അപ്പോൾ അവിടെ സഹാബികൾ ഈ സംസാരത്തിൽ ഏർപ്പെട്ടു എന്നത് എന്തല്ല, ഗൈബി ആയിട്ടുള്ള ഒരു വിഷയം, ഗൽബി ആയിട്ടുള്ള ഇൽമിനെ അവർ അവകാശപ്പെട്ടതല്ല. ഗൈബിയായ ഒരു അറിവ് അവരവകാശപ്പെട്ടതല്ല, അത് അവകാശപ്പെട്ടതല്ല. വഅന്ന സ്വഹാബ മാ കാനൂ യതകല്ലഫൂൻ ഇന്നമാ ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന മൗജൂദൻ ഇൻദഹും ഫസയുഅല്ലിമുഹും വയുഖ്ബിറുഹും ബിസ്സവാബ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളെ കുറിച്ച് പറയാതെ 70,000 പേർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ ബാക്കി എന്താണ്, സഹാബികളാണ് ഈ 70,000 പേർ ആരാണ് എന്ന കാര്യത്തിൽ പരസ്പരം അവർ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പല അഭിപ്രായങ്ങളും അപ്പോൾ സഹാബികൾ പറഞ്ഞു. അപ്പോൾ ഇതെന്തല്ല, ഇൽമുൽ ഗൈബ് അവകാശപ്പെടലല്ല. സഹാബികളുടെ ഭാഗത്തു നിന്ന് അവർക്കറിയാത്ത വിഷയത്തിൽ അവർ ഗൈബി ആയിട്ടുള്ള വിഷയത്തിൽ അവർ ഇൽമ് ഉണ്ട് എന്ന് അവകാശപ്പെടുകയല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അവർക്ക് ആ ആളുകളെ സംബന്ധിച്ച് വിവരം അറിയിച്ചു കൊടുക്കാൻ, അതിൽ ശരിയായത് എന്താണ് അറിയിച്ചു കൊടുക്കാൻ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. وهذا جائز كما قال النبي صلى الله عليه وسلم لأصحابه ذات يوم. അപ്പോൾ അങ്ങനെയുള്ള സംസാരം അത് ജായിസാണ്. അങ്ങനെയുള്ള സംസാരം ജായിസാണ്. അതേപോലെ തന്നെ നമ്മൾ ദർസുകളിലൊക്കെ കാണാൻ എന്താണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എൽമിയായിട്ടുള്ള ഒരു മസലയെ സംബന്ധിച്ച് അവർ തുലാബുകൾക്ക് അറിയില്ലെങ്കിലും അവരോട് ചോദിക്കും. അങ്ങനെ അവർ പരസ്പരം പല അഭിപ്രായങ്ങൾ പറയും. അത് ജായിസാണ്. അത് ഗൈബി ആയിട്ടുള്ള ഇൽമ അവകാശപ്പെടലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഇന്നല്ലാഹ ضرب للمؤمن مثلا شجرة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ ഒരു മരത്തിന് ഉപമിച്ചിരിക്കുന്നു, മരത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. ഹദ്ദിഥൂനി മാ ഹിയ. ആ മരം ഏതാണെന്ന് എനിക്ക് അറിയിച്ചു തരും. അങ്ങനെ സ്വഹാബികൾ അവർ പല ചിന്തകളായി ചില മരത്തെക്കുറിച്ച്, അതായത് ഇന്ന മരമാണ് അല്ലെങ്കിൽ ഈ മരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇൽമില്ല അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണ്ട, ആ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കണ്ട, ഇൽമില്ലാതെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അല്ല, നേരെ മറിച്ച് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ വിട്ടു. അങ്ങനെ പലരും
പല പല മരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്വഹീഹാക്കി കൊടുത്തു. എന്താണ്? അദ്ദേഹം തന്നെ ആ ഇൽമ് അവർക്ക് എത്തിച്ചു കൊടുത്തത് സ്വവാബായിട്ടുള്ള എന്താണ്, സ്വഹീഹായിട്ടുള്ളത് എന്താണെന്ന് അറിയിച്ചു കൊടുത്തു. അപ്പൊ അത്തരത്തില് ഉള്ള സംസാരം എന്താണ്? ജായിസാണ്. فصح لهم النبي صلى الله عليه وسلم فقال هي النخلة. അങ്ങനെ റസൂലുള്ളാഹി അവർക്ക് അത് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം എന്താണ്, അതിൽ ശരിയായിട്ടുള്ളത് അത് ഈന്തപ്പനയുടെ മരമാണ്, ആ സ്വവാബായിട്ടുള്ളത് അറിയിച്ചു കൊടുത്തു. ഇപ്പൊ തുല്ലാബ് ഇൽമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇൽമ് അറിയിച്ചു കൊടുക്കാനും അവർക്കത് സ്വവാബായിട്ടുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനും മുദരിസ്മാരുണ്ടായിരിക്കെ തന്നെ അവര് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്യാൻ വിടുക എന്നുള്ളത് ജായിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ പെട്ടതുപോലെ. ثم وقال نعم فخرج عليهم رسول الله صلى الله عليه وسلم فأخبروه. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് സ്വഹാബികളോട് അറിയിച്ചു. فقال هم الذين, അതായത് ആ 70,000 പേരാരാണ്? هم الذين لا يسترقون ولا يكتبون ولا يتطيرون وعلى ربهم يتوكلون. هم الذين لا يسترقون أي لا يطلبون الرقية. റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടാത്തവർ. لا يسترقون, തനിക്ക് റുഖ്യ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാത്തവർ. ولا يكتبون ولا يكتبون الاكتواء هي بالنار خاص بالنار نوع من انواع العلاج. അതായത് പൊള്ളിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ചികിത്സ, ചൂടുവെക്കുക, പൊള്ളിക്കുക, അത് ചെയ്യാത്തവർ. അത് ചികിത്സകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചികിത്സയാണ്. ചില സമയത്ത് രോഗിക്ക് ആവശ്യം വരും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു. അത് മക്രൂഹാണ്. قال صلى الله عليه وسلم كما جاء في صحيح مسلم الشفاء في ثلاثة. മൂന്ന് കാര്യങ്ങളിലാണ് ശിഫ ഉള്ളത്. الشفاء في ثلاثة شربة عسل, തേന് ഒരു കവിള് കുടിക്കുന്നതിൽ, വശർത്തത്തി മിഹ്ജം, ഹിജാമ ചെയ്യുന്നതിൽ, വകയ്യത്തി നാർ, അതായത് ചൂട് വെക്കുന്നതിൽ, പൊള്ളിക്കുന്നതിൽ. എന്നിട്ട് ആ ഹദീസിന്റെ റസൂൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഞാൻ തീ കൊണ്ട് അല്ലെങ്കിൽ പൊള്ളിക്കുന്നത് ഞാൻ വിരോധിക്കുന്നു. അതിന്റെ ഹുക്മ മക്രൂഹാണ്, മക്രൂഹാണ്. വലാ യക്തബൂൻ വലാ യതതയ്യറൂൻ വലാ യതതയ്യറൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട് തീ കൊണ്ട്, ഐ മീൻ പിന്നെ പൊള്ളിച്ചുകൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. അത് ജായിസാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അത് വിരോധിച്ചത് മക്രൂഹാണ്. അപ്പോൾ അത് മക്രൂഹാണ്. വലാ യക്തബൂൻ വലാ യതതയ്യറൂൻ വലാ യതതയ്യറൂൻ. അത്തതയ്യുർ നമ്മൾ ഈ പ്രത്യേകമായിട്ടൊരു ബാബായിട്ട് വരും. തതയ്യുർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തീറ വത്തതയ്യുർ ഷർറുമായി ബന്ധപ്പെട്ടതാണത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പിന്നെ ഒരു ദിവസം രാവിലെ അയാൾ ഉറക്കുന്ന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു കാക്കയെ കണ്ടു. അപ്പൊ പറയും ആ ദിവസം ഒന്ന് പോക്കാണ്, അല്ലെങ്കിൽ ഷർറായിട്ടുള്ള ദിവസമാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ചനെ കണ്ടു. രാവിലെ തന്നെ ഏറ്റവും ആദ്യം ഫസ്റ്റ് കാണുന്നത് പൂച്ചയാണ്. ഒരു കറുത്ത പൂച്ചനെ കണ്ട ആ ദിവസം അയാൾക്ക് മോശം, കച്ചവടം മോശമാണ്. അങ്ങനെയുള്ള വിശ്വാസം, അതിനാണ് തതയ്യുർ എന്ന് പറയാം. ولا يتطيرون وعلى ربهم يتوكلون وعلى ربهم يتوكلون وأنهم يتوكلون على الله. فهذا هو الشاهد من هذا الحديث. നമ്മൾ ഈ പറഞ്ഞ ഹദീസിലെ ഷാഹിദായിട്ടുള്ള എന്താണ്? ഈ 70,000 പേർ അവർ സ്വർഗത്തിൽ വിചാരണയില്ലാതെ പ്രവേശിക്കുന്നതാണ്. അദാബില്ലാതെ, വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ പ്രവേശിക്കുന്നതാണ്. ആ വിഭാഗം ആളുകളുടെ സിഫത്താണത്. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ
ولا يكتبون ولا يتطيرون وعلى ربهم يتوكلون. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല അവർ. ഈ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല, പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സ ചെയ്യുന്നതല്ല, ഇതേപോലെ പക്ഷികളെ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശകുനം നോക്കുന്നതല്ല. പിന്നെ അവർ ചെയ്യുന്നതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിങ്കൽ അവർ തവക്കുൽ ചെയ്യുന്നവരാണ്. فتركهم للاسترقاء أي طلب الرقية، وتركهم للتطير، وتركهم للاكتواء، وهذا من كمال توحيدهم واعتماد على الله وتوكلهم على الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ തൗഹീദിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് അവർ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല, അവർ ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്നതല്ല, ശകുനം നോക്കുന്നതല്ല, അവരുടെ റബ്ബിങ്കൽ അവർ തവക്കുൽ ചെയ്തവരായിരിക്കും. അതാണ് തഹ്ഖീഖു തൗഹീദ്. അങ്ങനെ ചെയ്തവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വഹൗലായി ഹഖഖു അത്തൗഹീദ്. അപ്പോൾ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്തവരാണ് ഈ ആളുകൾ. സുആലുൻ ഫഹൽ യജൂസു ലിൽ ഇൻസാൻ അൻ യതദാവ. ഒരു മനുഷ്യന് ചികിത്സിക്കൽ അനുവദനീയമാണോ? ചികിത്സ തേടുക എന്നുള്ളത് അനുവദനീയമാണോ? ഫഖാല ബഅദു അഹ്ലിൽ ഇൽം അൽ അഫ്ദൽ ലഹു അല്ലാ യതദാവ. ഇതേപോലെ ചികിത്സ ചെയ്യാതിരിക്കലാണ് അഫ്ദൽ എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ ചില പറഞ്ഞത് ചികിത്സ തേടാതിരിക്കലാണ് അഫ്ദൽ. വഖാല ബഅദുഹും അൽ അഫ്ദൽ അൻ യതദാവ. ചില ഉലമാക്കൾ നേരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ചികിത്സ ചെയ്യലാണ് അഫ്ദൽ. ബിഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തദാവൂ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക. عن في صحيح المسند قال عليه الصلاة والسلام تداووا عباد الله. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ചില ഉലമാക്കൾ പറഞ്ഞ് ചികിത്സിക്കലാണ് അഫ്ദൽ, ചില ഉലമാക്കൾ പറഞ്ഞ് ചികിത്സിക്കാതെ ഇരിക്കലാണ് അഫ്ദൽ. فأمر النبي صلى الله عليه وسلم بالتداوي. ചികിത്സ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. فإن الله عز وجل لم يضع داء إلا وضع له دواء. അല്ലാഹു തആല ഒരു രോഗത്തെയും ഇറക്കുന്നില്ല, ഒരു രോഗത്തെയും വെക്കുന്നില്ല അതിന് മരുന്നില്ലാതെ. അല്ലാഹു തആല എല്ലാ രോഗത്തിനും മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ തദാവൂ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക. വമിൻഹും മൻ ഖാല ബിത്തഫ്സീൽ. ഇനി അതിനെ തഫ്സീലോട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ചില ഉലമാക്കൾ. ഏത് രോഗങ്ങൾക്കെല്ലാം ചികിത്സിക്കാം, ഏത് രോഗങ്ങൾ തന്നാൽ ചികിത്സിക്കാതെ സബ്ർ ചെയ്യണം. فإذا كنت على تحمل هذا المرض وتستطيع أن تصبر عليه فتصبر عليه. നീ ഒരു രോഗം നിനക്ക് ബാധിച്ചു, ആ രോഗം നിനക്ക് താങ്ങാൻ സാധിക്കുന്ന, സഹിക്കാൻ പറ്റുന്ന രോഗമാണ്. അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാതെ ആ രോഗത്തിന്മേൽ സബ്ർ ചെയ്യലാണ് നിനക്ക് നല്ലത്. فالنبي صلى الله عليه وسلم قد قال للمرأة. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്ത്രീ വന്നു, അതായത് അപസ്മാരം ഇളകിക്കൊണ്ട് മറിഞ്ഞു വീഴുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് തനിക്ക് ഷിഫ ആകുന്നതിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇൻ ശിഅതി സബർതി വലക്കിൽ ജന്ന. ഇൻ ശിഅതി സബർതി വലക്കിൽ ജന്ന. നീ സബ്ർ ചെയ്യുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. فإذا كنت تستطيع أن تصبر ولا يصدك المرض عن فعل الخير فهذا خير. അപ്പോൾ നിനക്ക് രോഗമുണ്ട്, ആ രോഗം അത് സഹിക്കാൻ നിനക്ക് സാധിക്കും, അതിൽ സബ്ർ ചെയ്യാൻ നിനക്ക് സാധിക്കും. അതോടൊപ്പം ആ രോഗം നിന്നെ ഹൈറായ പ്രവർത്തികളിൽ നിന്ന് തടയുന്നില്ല. നമസ്കാരം, നോമ്പ്, അതുപോലെയുള്ള അതുപോലെ ഹൈറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആ രോഗം നിനക്ക് തടസ്സമാകുന്നുമില്ല എങ്കിൽ ആ രോഗത്തിന്റെ മേലെ സബ്ർ ചെയ്യലാണ് നല്ലത്. أما إذا كان المرض سيصدك عن فعل الطاعات وعن طلب العلم وعن كذلك عن ذكر الله وعن الصلاة
وسيضيق حالك ويجعلك سيء الأخلاق فالأفضل بل ربما يجب عليك في هذا الآن تتداوم. ഇനി നേരെ മറിച്ച് ചില രോഗങ്ങൾ നിന്നെ അള്ളാഹുവിനുള്ള ത്വാഅത്തുകളിൽ നിന്ന് തടയുന്നു. ത്വലബുൽ ഇൽമെന്ന് ചില രോഗങ്ങൾ നിന്നെ തടയുന്നു. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത് തൊട്ട് നമസ്കാരത്തെ തൊട്ട് ആ രോഗം നിന്നെ തടയുന്നു. അങ്ങനെ നിന്റെ അവസ്ഥ വളരെ ഇടുങ്ങിയതായി മോശമായി ജനങ്ങൾക്ക് മുമ്പിൽ നിന്റെ സ്വഭാവം മോശമാകുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്റെ മേലെ വാജിബാണ് ചികിത്സ തേടുക എന്നുള്ളത്. അത്തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ അതിന് ചികിത്സ തേടുക എന്നുള്ളത് നിന്റെ മേലെ നിർബന്ധമാണ്. അതായത് ഇത്തരത്തിലുള്ള ഹൈറായ കാര്യങ്ങളിൽ നിന്ന് നിന്നെ തടയുന്നതാണ് ഈ രോഗം എങ്കിൽ അതിന് ചികിത്സ തേടൽ നിന്റെ മേലെ നിർബന്ധമാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അന്നഹു ലാ യുഹ്സിൻ വയുസ്തഹബ് لا يحسن ولا يستحب الصبر على أي مرض إلا مرض الصرع. مرض الصرع الذي قد يصاب الإنسان في دماغ ويصرعه هو الذي جاء في النص على الصقنا. അതായത് എല്ലാ രോഗത്തിനും ചികിത്സിക്കുക എന്നുള്ളത് രോഗത്തിൽ സബർ ചെയ്യുക എന്നുള്ളത് മുസ്തഹബല്ല, അത് നല്ലതല്ല. ഏത് രോഗത്തിനൊഴിച്ച് സൊറ എന്ന് പറയുന്ന രോഗത്തിന്, സൊറ എന്ന് പറഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നരമ്പിനെ ബാധിച്ചുകൊണ്ട് അവസാനം ബോധക്ഷയം ഉണ്ടായിക്കൊണ്ട് മറിഞ്ഞു വീഴുന്ന രോഗം. ഏതുപോലെ? ഈ പറഞ്ഞ ഹദീസിൽ പോലെ, ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ രോഗം പോലെ, അപസ്മാരം. അത്തരം രോഗത്തിനൊഴിച്ച് ബാക്കി അത്തരം രോഗത്തിൽ എന്ത് ചെയ്യാം? സബർ ചെയ്യാം. പക്ഷെ ബാക്കി എല്ലാ രോഗത്തിനും ചികിത്സ തേടലാണ്. ചികിത്സ ചെയ്യാതിരിക്കുക, അതിൽ സബർ ചെയ്യുക എന്നുള്ളത് മുസ്തഹബല്ല, നല്ലതല്ല. അതാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. طيب فالأفضل الإنسان أن يبتعد عن هذه الأمور التي ذكرت في هذا الحديث. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊരു മനുഷ്യൻ വിട്ടുനിൽക്കലാണ് നല്ലത്. ഐ ലാ യസ്തർഖൂൻ, അവൻ എന്ത് ചെയ്യാൻ പാടില്ല? തനിക്ക് റുഖ്യ ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ആവശ്യപ്പെടാതെ പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹറാമല്ല, ബൽ നേരെ മറിച്ച് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ നിന്ന് അവന് നഷ്ടപ്പെടും. തൗഹീദിന്റെ പൂർണ്ണത നഷ്ടപ്പെടും. വലാ യക്തബൂൻ, ചൂടുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് ചികിത്സിക്കുക, അതൊഴിവാക്കുക. വലാ യതതയ്യറൂൻ, ശകുനം നോക്കുന്നത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സ്വന്തം റബ്ബിന്റെ മേലെ തവക്കുൽ ചെയ്യുക. വഹൗലാ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അദാബില്ലാതെ, ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, അദാബില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഫഖാമ ഉക്കാശത്ത് ബിൻ മിഹ്സൻ, അപ്പോൾ ഉക്കാശ ബിൻ മിഹ്സൻ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം എഴുന്നേറ്റു. ഫഖാല ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം ആവശ്യപ്പെട്ടു, ഈ 70,000 പേര് അവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നവനാകാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മിൻഹും. റസൂൽ പറഞ്ഞു, നീ അവരിൽപ്പെട്ടവരാണ്, നീ ആ 70,000 പേരിൽപ്പെട്ടവനാണ്. തുമ്മ ഖാല റജുലുൻ ആഖർ, അപ്പോൾ വേറൊരു സ്വഹാബി എഴുന്നേറ്റു. ഫഖാല ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, എന്നെയും ആ 70,000 പേരിൽപ്പെട്ടവരാകാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണം. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഖക ബിഹാ ഉക്കാശ, ഈ കാര്യത്തിൽ ഉക്കാശ താങ്കളെ മറികടന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ ഹദീസു മുത്തഫഖുൻ അലൈഹി. റുഖിയയുമായി ബന്ധപ്പെട്ട് 3 മർത്തബകൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഒന്ന്, റുഖിയ ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടുക എന്നുള്ളത്, അതെന്താണ്? തൗഹീദിന്റെ പൂർണ്ണതയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. രണ്ടാമത്തത്, തന്നെ റുഖിയ ചെയ്യുന്ന ആളെ ആ കാര്യത്തിൽ തടയാതിരിക്കുക. അല്ലാ യംന മൻ യർഖി, അങ്ങനെയാണെങ്കിൽ അവന്റെ തൗഹീദിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റുഖിയ ചെയ്തു കൊടുത്തതുപോലെ. മൂന്നാമത്തെ മർത്തബ, തനിക്ക് റുഖിയ ചെയ്ത് കൊടുക്കുന്നവനെ തടയുക എന്നുള്ളത്, അത് എന്താണ്? ഖിലാഫു സുന്ന, സുന്നത്തിനെതിരാണ്. طيب لا سبحانك وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد ما معنى قول النبي صلى الله عليه وسلم لا رقية إلا من عين أو حمى